എൻ്റെ പേര് ആദർശ്. എനിക്കിപ്പോൾ 17 വയസ്സുണ്ട്. എനിക്ക് പ്രേതങ്ങളിലോ അതുപോലുള്ള കാര്യങ്ങളിലൊന്നും വിശ്വാസമില്ല. കഴിഞ്ഞ ആഴ്ചയിൽ ഞാൻ ഡൽഹിയിൽ പോയിരുന്നു. അത് എൻ്റെ ചിന്തയെ മുഴുവൻ മാറ്റിമറിച്ചു. അവിടെ നടന്നത് ഒരിക്കലും വിശ്വസിക്കാൻ സാധിക്കാത്ത ഒന്നാണ്. നിങ്ങളോട് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ എന്നെനിക്കറിയില്ല. എന്നാലും ഞാൻ നിങ്ങളോട് സംഭവിച്ച കാര്യം പറയാം. എൻ്റെ സ്കൂളിൽ വിന്റർ ബ്രേക്ക് കാരണം 10 ദിവസം ലീവായിരുന്നു. എല്ലാ ആൾക്കാരും നല്ല സന്തോഷത്തിലായിരുന്നു. പല ആൾക്കാരും ട്രിപ്പ് പ്ലാൻ ചെയ്തു. പക്ഷെ എനിക്ക് മറ്റൊരു ഐഡിയ ഉണ്ടായിരുന്നു. എൻ്റെ മാമനെ കാണണം. അതെ, എൻ്റെ അമ്മയുടെ കസിൻ ഡൽഹിയിൽ ഒരു സിവിൽ എഞ്ചിനീയർ ആയിട്ടാണ് ജോലി ചെയ്യുന്നത്. വർഷങ്ങളായി ഞാൻ അയാളെ കണ്ടിട്ടില്ല. ഇതെനിക്ക് നല്ലൊരു സമയമായിട്ട് തോന്നി. പുതിയ സ്ഥലം, വലിയ സിറ്റി, അതുകൂടാതെ എൻ്റെ ഫ്രണ്ട്സിനോട് അവിടെ നടന്ന സംഭവങ്ങളൊക്കെ പറയാൻ സാധിക്കും. ഞാൻ എൻ്റെ അമ്മയോട് എൻ്റെ ഈ ഒരു ചിന്ത പറഞ്ഞു. ആദ്യം അമ്മ വേണ്ട എന്നാണ് പറഞ്ഞത്. ഞാൻ ഒരുപാട് നിർബന്ധിച്ചു. മോനെ, ഡൽഹി ഇവിടം പോലെയല്ല, നീ സൂക്ഷിക്കണം, രാത്രിയൊന്നും പുറത്ത് പോകരുത്. അമ്മ എനിക്ക് വാണിയ തന്നു. ഞാൻ അമ്മക്ക് വാക്ക് നൽകി. ഞാൻ എൻ്റെ വസ്ത്രങ്ങളൊക്കെ എൻ്റെ ബാഗിൽ പാക്ക് ചെയ്തു. എൻ്റെ നോട്ട്ബുക്ക്, എൻ്റെ ഫോൺ, എൻ്റെ ബ്ലൂടൂത്ത് ഇയർഫോണും കൂടെ പാക്ക് ചെയ്തു. അതുകൂടാതെ കുറച്ച് ഹൊറർ കോമിക്സും കൂടെ ഞാൻ അതിൻ്റെ കൂടെ വെച്ചിരുന്നു. പക്ഷേ എനിക്ക് ആ സമയത്ത് അറിയില്ലായിരുന്നു ശരിക്കുള്ള ഹൊറർ ഡൽഹിയിൽ എന്നെ വെയിറ്റ് ചെയ്യുകയായിരുന്നു എന്ന്. ട്രെയിൻ യാത്ര സമാധാനപരമായിരുന്നു. ഞാൻ വിൻഡോ സീറ്റിലാണ് ഇരുന്നത്. അതുകൂടാതെ ചായയും ഞാൻ ട്രെയിനിൽ നിന്നും കുടിച്ചു. ഞാൻ വളരെ എക്സൈറ്റഡ് ആയിരുന്നു. അങ്ങനെ സമയം സന്ധ്യ 6 മണി ആയപ്പോഴേക്കും ഞാൻ ഹസ്രത്ത് നിസാമുദ്ദീൻ സ്റ്റേഷനിൽ എത്തി. മാമന്റെ ബൈക്കുമായി പാർക്കിംഗ് ലോട്ടിൽ എന്നെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയായിരുന്നു. എനിക്ക് ഓർമ്മയുള്ളതിനേക്കാൾ മാമന് പ്രായം തോന്നിച്ചു. നരച്ച, പക്ഷേ അദ്ദേഹത്തിന് ഇപ്പോഴും ആ ഊർജം ഉണ്ടായിരുന്നു. എടാ ആദർശ്, സുഖമല്ലേ? മാമൻ എന്നോട് ചോദിച്ചു. അങ്ങനെ നമ്മൾ രണ്ടുപേരും ബൈക്കിൽ കയറി. നമ്മൾ ഡൽഹിയിലെ തെരുവുകളിലൂടെയുള്ള യാത്ര ആരംഭിച്ചു. ഒരു നാശം പിടിച്ച യാത്രയായിരുന്നു അത്. നല്ല ചൂടുണ്ടായിരുന്നു. അതുകൂടാതെ ഹോണുകളുടെ ശബ്ദം, സ്ട്രീറ്റ് ഫുഡിന്റെ മണം. എൻ്റെ ഗ്രാമത്തിലെ റോഡ് പോലെ ആയിരുന്നില്ല അത്, പക്ഷേ എനിക്കിത് ഇഷ്ടപ്പെട്ടു. മാമൻ താമസിച്ചത് മെഹ്രാവുലിയിൽ ഉള്ള ഒരു പഴയ അപ്പാർട്ട്മെന്റ് കോംപ്ലക്സിലാണ്. ഡൽഹിയിലെ പുരാതന സുൽത്താനേറ്റ് കാലഘട്ടത്തിലെ ചില പഴയ അവശിഷ്ടങ്ങൾക്ക് സമീപമാണ് ഈ പഴയ അപ്പാർട്ട്മെന്റ് കോംപ്ലക്സ് ഉള്ളത്. അവിടെയുള്ള പെയിന്റൊക്കെ അടർന്നു പോവാൻ തുടങ്ങിയിരുന്നു. ഇതിലൂടെ തന്നെ നമുക്ക് മനസ്സിലാക്കാം എത്രത്തോളം പഴക്കമുള്ള അപ്പാർട്ട്മെന്റ് ആണെന്ന്. പക്ഷേ എനിക്ക് വിചിത്രമായി തോന്നിയത് ഇതൊന്നും ആയിരുന്നില്ല. അവിടെ ഒരുപാട് കുരങ്ങുകൾ ഉണ്ടായിരുന്നു. അവർ ചുമരുകളിലും സ്ട്രീറ്റ് ലൈറ്റ്സിലും ഈവൻ ജനാലകളിലും പോലും അവർ ഇരിക്കുന്നുണ്ടായിരുന്നു. ഞാൻ മാമനോട് ചോദിച്ചു, ഇതെന്നാ ഇത്രയും കുരങ്ങുകൾ? മാമൻ ചിരിച്ചുകൊണ്ട് എന്നോട് പറഞ്ഞു, വെൽക്കം ടു ഡൽഹി. ഇവിടെ ഇങ്ങനെയാണ് മോനെ. ഈ കുരങ്ങന്മാരാണ് തെരുവുകൾ ഭരിക്കുന്നത്. പക്ഷേ നീ അതിൻ്റെ അടുത്ത് പോകരുത്, കേട്ടോ? അങ്ങനെ രാത്രിയായി. നമ്മൾ ഭക്ഷണം കഴിച്ചു. ഞാൻ കിടക്കാനും പോയി. ഞാൻ കിടന്നത് ഗസ്റ്റ് മുറിയിലാണ്. ആ റൂമിലുണ്ടായിരുന്ന സീലിംഗ് ഫാനിൽ നിന്നും നല്ല ശബ്ദം കേൾക്കുന്നുണ്ടായിരുന്നു. അതുകൂടാതെ ആ റൂമിൽ എന്തൊരു മണം. ആ റൂമിന്റെ ചുമരുകളിൽ എന്തോ ഒരു സ്ക്രാച്ച് മാർക്ക് ഉണ്ടായിരുന്നു. ചിലപ്പോൾ പണ്ട് താമസിച്ചിരുന്ന കുട്ടികൾ ചെയ്തതാകാം. ചിലപ്പോൾ. ആ സമയമായിരുന്നു ഞാൻ എന്തോ കേട്ടത്. ജനാലയുടെ പുറത്തു നിന്നും മൃദുവായ ഒരു തട്ടൽ. 2 കാലുകളിൽ എന്തോ നടക്കുന്ന പോലെ ഉള്ള ശബ്ദമായിരുന്നു അത്. ഞാൻ പുറത്തേക്ക് നോക്കിയെങ്കിലും ഒന്നും കാണാൻ സാധിച്ചില്ല. ഒടുവിൽ ഞാൻ ഉറങ്ങിപ്പോയി. ഞാൻ ആ ഒരു തട്ടലിന്റെ ഇടക്ക് എന്തൊരു ശബ്ദം കേട്ടിരുന്നു. അത് മനുഷ്യന്റെ ശബ്ദം ആയിരുന്നില്ല, ഒരു കുരങ്ങന്റെയും അല്ല. അത് എന്തായിരുന്നോ? ഇതായിരുന്നു എൻ്റെ മനസ്സിലുണ്ടായിരുന്നത്. അതിൻ്റെ ഉത്തരം എനിക്ക് ഉടനെ ലഭിച്ചു. അടുത്ത ദിവസം രാവിലെ എഴുന്നേറ്റപ്പോൾ എനിക്ക് നല്ല തലവേദന ഉണ്ടായിരുന്നു. ആവശ്യത്തിനധികം ഉറക്കം കിട്ടാത്തത് കൊണ്ട് തന്നെ ആയിരിക്കാം. ഞാൻ കർട്ടൻ തുറന്നു. സൂര്യവെളിച്ചം റൂമിന്റെ അകത്ത് കയറി. എനിക്ക് ഇപ്പോഴും എന്തോ വിചിത്രമായി തോന്നുന്നുണ്ടായിരുന്നു. വായു വരണ്ടതും മൂർച്ചയുള്ളതും ആയിരിക്കേണ്ടതായിരുന്നു. ഇതുപോലെ അല്ല. ഞാൻ 1 മിനിറ്റ് കട്ടിലിന്റെ അരികിലിരുന്നു. തറയിലേക്ക് ഒറ്റുനോക്കി. രാത്രിയിലെ സംഭവങ്ങൾ എൻ്റെ തലയിൽ ആവർത്തിച്ചു. ആ കനത്തമായ ശബ്ദങ്ങൾ, ലോഹ ശബ്ദങ്ങൾ, പിന്നെ ആ ഭയാനകമായ ശബ്ദവും. അതൊരു സ്വപ്നം പോലെ എനിക്ക് തോന്നിയില്ല. അതുകൂടാതെ അതെന്റെ തോന്നലും അല്ല, ശരിക്കും സംഭവിച്ച ഒരു കാര്യമാണത്. ഞാൻ അടുക്കളയിലേക്ക് നടന്നപ്പോൾ
മാമൻ പ്രഭാത ഭക്ഷണം ഉണ്ടാക്കിയിരുന്നു. ചൂടുള്ള ആലു പൊറോട്ട, അതുകൂടാതെ കട്ടിയുള്ള തൈര്, ഒരു കപ്പ് ചായ. മാമൻ ഒരു പഴയ ഹിന്ദി ഗാനം മൂളുകയായിരുന്നു. നീ എന്താണ് സ്വപ്നത്തിൽ പ്രേതത്തെ കണ്ടോ? മാമൻ എന്നോട് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഇല്ല. മാമൻ എന്തെങ്കിലും വിചിത്രമായിട്ട് കേട്ടിരുന്നോ? അപ്പോഴാണ് മാമന്റെ മുഖത്ത് നിന്നും ചിരി മാഞ്ഞു പോയത്. നീ എന്തിനാണ് ഇങ്ങനെ ചോദിച്ചത്? മാമൻ പറഞ്ഞു. ഞാൻ കാൽ ശബ്ദങ്ങൾ, സ്ക്രാച്ച് ചെയ്യുന്ന ശബ്ദം, ഇതൊക്കെ ഇന്നലെ രാത്രി കേട്ടിരുന്നു. ഞാൻ പറഞ്ഞു. പുള്ളി ഒരു സെക്കൻഡ് ചായക്കപ്പിലേക്ക് നോക്കി. അതിനുശേഷം പുഞ്ചിരിച്ചു. പക്ഷെ ഇപ്രാവശ്യം ആരും നിർബന്ധിച്ചതുപോലെയായിരുന്നു ചിരിച്ചത്. അദ്ദേഹം പറഞ്ഞു, മോനെ, ഇതാണ് ഡൽഹി. ഇവിടെ തെരുവ് പൂച്ചകളും നായ്ക്കളും അതുകൂടാതെ കുരങ്ങന്മാര് പോലും ചിലപ്പോൾ അവിടെ കയറാറുണ്ട്, അഥവാ ടെറസിൽ. വിഷമിക്കേണ്ട. മാമൻ പെട്ടെന്ന് തന്നെ വിഷയം മാറ്റി തൻ്റെ ഓഫീസ് ജോലിയെക്കുറിച്ച് സംസാരിക്കാൻ തുടങ്ങി. പക്ഷേ എനിക്കൊരു കാര്യം ഉറപ്പാണ്, മാമന് എന്തൊക്കെയോ അറിയാം. അന്ന് പകൽ മുഴുവൻ ഞാൻ ആ ഒരു സ്ഥലം മുഴുവൻ കണ്ടു. മാമന്റെ കോളനി പഴയതായിരുന്നു. അവിടെ ഉണ്ടായിരുന്ന ഫ്ലാറ്റൊക്കെ ലോക്ക്ഡ് ആയിരുന്നു. ഞാൻ നാട്ടുകാരോട് ചോദ്യങ്ങൾ ചോദിച്ചപ്പോൾ അവർ കണ്ണിലേക്ക് നോക്കുന്നത് ഒഴിവാക്കി. ഒരു ചായ വിൽപ്പനക്കാരൻ എന്നെ ഒരു വിചിത്രമായ നോട്ടം നോക്കി. അതിനുശേഷം പറഞ്ഞു, രാത്രി അലഞ്ഞു തിരിയരുത് കേട്ടോ. ഈ നഗരത്തിലെ ചില കാര്യങ്ങൾ വെറുതെ വിടുന്നതാണ് നല്ലത്. അന്ന് വൈകുന്നേരം മാമൻ ഓഫീസിലേക്ക് പോയി. എന്തോ എമർജൻസി മീറ്റിംഗ് ഉണ്ടെന്നാണ് എന്നോട് പറഞ്ഞത്. മാമൻ എനിക്കൊരു സ്പെയർ കീ തന്നിരുന്നു. അതുകൂടാതെ ആർക്കും വാതിൽ തുറന്നു കൊടുക്കരുത് എന്നും പറഞ്ഞു. സമയം രാത്രി 8:45 കാണും. ഞാൻ എൻ്റെ ലാപ്ടോപ്പിൽ ഒരു സിനിമ കാണുകയായിരുന്നു. ഒരു സാധാരണ സിനിമ ആയിരുന്നില്ല അത്, ഒരു ഹൊറർ സിനിമയായിരുന്നു. എനിക്ക് അന്ന് രാത്രിയിലും കഴിഞ്ഞ രാത്രി നടന്ന അതേ സംഭവം തന്നെയാണ് തോന്നിയത്. ആരോ ടെറസിലൂടെ നടക്കുന്നത് പോലെ. ഒരു വിചിത്രമായ കാര്യം കൂടിയുണ്ട്. മറ്റൊന്നുമല്ല, മാമന്റെ ഈ ഒരു ഫ്ലാറ്റ് ഉള്ളത് ഏറ്റവും ടോപ്പ് ഫ്ലോറിലാണ്. ഇതിന്റെ മുകളിൽ ടെറസ് മാത്രമാണ്. രാത്രി സമയങ്ങളിൽ അവിടേക്ക് ആരും പോകാറില്ല എന്നാണ് മാമൻ എന്നോട് പറഞ്ഞത്. കുറച്ച് സമയത്തിന് ശേഷം അത് വീണ്ടും സംഭവിച്ചു. ഇന്നലെ രാത്രി നടന്ന അതേ സംഭവം. തമ്പ്, ഒരു ചെറിയ കാൽ ശബ്ദമായിരുന്നു അത്. അതിനുശേഷം ഞാനത് വീണ്ടും കേട്ടു. പക്ഷെ ഇപ്രാവശ്യം ആ ഒരു ശബ്ദത്തിന് കുറച്ചുകൂടെ ഖനമുണ്ടായിരുന്നു. ഞാൻ എൻ്റെ മൂവി പോസ് ചെയ്തു. എൻ്റെ ഹൃദയം നല്ല ശക്തിയിൽ തന്നെ ഇടിക്കുന്നുണ്ടായിരുന്നു. ഇപ്രാവശ്യം അതെന്താണെന്ന് അറിഞ്ഞിട്ടെന്ന് കാര്യം. ഇവിടെ ഭയം നിരുന്നിട്ട് യാതൊരു കാര്യവുമില്ല. ഞാൻ എൻ്റെ ഫോൺ എടുത്തു. അതിനുശേഷം ഫ്ലാഷ് ലൈറ്റ് ഓണാക്കി. എന്നിട്ട് ഞാൻ സ്റ്റെയർ കേസിലേക്ക് നടന്നു. ബാക്കി എല്ലാ റൂമുകളും ലോക്ക്ഡ് ആയിരുന്നു. ഞാൻ അങ്ങനെ മെല്ലെ മെല്ലെ സ്റ്റെപ്പ് കയറാൻ തുടങ്ങി. ടെറസിലേക്കുള്ള വാതിൽ ചെറുതായി തുറന്നിരുന്നു. ഞാൻ മെല്ലെ ഉന്തി. തണുത്ത കാറ്റ് എന്നിലേക്ക് ഇടിച്ചു. അവിടെ രക്തത്തിന്റെ മണമുണ്ടായിരുന്നു. അതുകൂടാതെ ആ ഒരു ടെറസിൽ വാട്ടർ ടാങ്കും പിന്നെ കുറച്ചു ദൂരെ കുറച്ച് കുരങ്ങുകളും ഇരിക്കുന്നുണ്ടായിരുന്നു. ആദ്യം എൻ്റെ മുന്നിൽ ഒന്നും ഇല്ലാത്തതുപോലെ എനിക്ക് തോന്നി. ഞാൻ കുറച്ച് മുന്നോട്ട് നടന്നു. അപ്പോഴാണ് വെള്ളം പോലെയുള്ള എന്തിലോ ഞാൻ ചവിട്ടിയത്. ഞാൻ എൻ്റെ ഫ്ലാഷ് ലൈറ്റ് അതിലേക്ക് ചൂണ്ടി. അത് രക്തമായിരുന്നു. കുറച്ചു മുന്നിൽ രക്തത്തിൽ എന്തോ എഴുതിയിട്ടുണ്ട്. ഹിന്ദിയിലാണ് എഴുതിയിരുന്നത്. പക്ഷേ എനിക്ക് ചെറുതായിട്ട് ഹിന്ദി അറിയാമായിരുന്നു. അങ്ങനെ ഞാൻ അത് വായിച്ചു. വഹ് തുമേം ഛായാ സേ ദേഖ്താ ഹെ എന്ന് വെച്ചാൽ നിന്നെ അവൻ നിഴലിൽ നിന്ന് നോക്കുന്നുണ്ട്. അതിൻ്റെ മുന്നിൽ മൂർച്ചയായ നഖം വെച്ച് മാന്തിയ പാടുകളുണ്ടായിരുന്നു. പെട്ടെന്നായിരുന്നു ഒരു കാറ്റ് അടിച്ചത്. അവിടെ ഉണ്ടായിരുന്ന കുരങ്ങുകളൊക്കെ അലറാൻ തുടങ്ങി. അവിടെ ഉണ്ടായിരുന്ന കുരങ്ങന്മാരൊക്കെ മറ്റുള്ള ബിൽഡിങ്ങിലേക്ക് ചാടാൻ തുടങ്ങി. അപ്പോഴാണ് അവിടെ ഉണ്ടായിരുന്ന വാട്ടർ ടാങ്കിന്റെ ബാക്കിൽ നിന്നും എന്തോ എഴയുന്നത് ഞാൻ കണ്ടത്. അതിനുശേഷം അത് എഴുന്നേൽക്കാൻ തുടങ്ങി. ഒരു കറുത്ത രൂപമായിരുന്നു അത്. വെളിച്ചമില്ലാത്തത് കൊണ്ട് എനിക്ക് കാണാൻ സാധിച്ചില്ല. പക്ഷെ അതിന് നായിയേക്കാൾ ഉയരമുണ്ടായിരുന്നു. അതിന് മനുഷ്യനേക്കാൾ വീതിയുണ്ടായിരുന്നു. അതിൻ്റെ തല പതുക്കെ ചരിഞ്ഞു. അതിൻ്റെ കണ്ണിൽ എനിക്ക് ഇരുട്ട് കാണാമായിരുന്നു. അതുകൂടാതെ 2 ചുവന്ന തിളങ്ങുന്ന കുത്തുകളും. അതെന്നെ തന്നെ നോക്കി അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു. അതിനുശേഷം മെല്ലെ അതെന്നിലേക്ക് നടക്കാൻ തുടങ്ങി. ഞാനൊന്നും നോക്കിയില്ല, ഒറ്റ ഓട്ടം. ഞാനങ്ങനെ റൂമിലെത്തി. വാതിൽ ലോക്ക് ചെയ്തു എന്ന് 2 വട്ടം ഞാൻ ഉറപ്പിച്ചു. കുറച്ച് സമയത്തിന് ശേഷം മാമൻ റൂമിലെത്തി. എൻ്റെ മുഖം കണ്ട്
മാമന് എന്താണെന്ന് മനസ്സിലായി. എന്നോട് പറഞ്ഞു, നീ മുകളിലേക്ക് പോയല്ലേ? ഞാൻ അതേന്ന് തലയാട്ടി. മാമൻ പറഞ്ഞു, നീ ഇതിനെപ്പറ്റി ഒരുപാട് മനസ്സിലാക്കാനുണ്ട്. നീയല്ല ഇതാദ്യമായി കാണുന്നത്. അങ്ങനെ മാമൻ കസാരയിൽ ഇരുന്നു. അതിനുശേഷം ഇതിന്റെ പിന്നിലുള്ള കഥ പറയുവാൻ തുടങ്ങി. നിനക്കറിയാമോ, ഞാൻ കുട്ടിയായിരുന്നപ്പോൾ ഒരു കഥയുണ്ടായിരുന്നു. നമ്മൾ അയാളെ വാനരമുഖൻ എന്നാണ് പറയാറ്, ദ മങ്കി മാൻ. അദ്ദേഹം പറഞ്ഞത് 2000-ന്റെ തുടക്കത്തിൽ ഡൽഹിയിൽ വിചിത്രമായ സംഭവങ്ങൾ നടക്കാൻ തുടങ്ങി. പല ആൾക്കാരും ഒരു വിചിത്രമായ രൂപത്തെ രാത്രി കണ്ടിട്ടുണ്ടെന്ന് റിപ്പോർട്ട് ചെയ്തു. അതിന് മൂർച്ചയുള്ള നഖമുണ്ടായിരുന്നു, തിളങ്ങുന്ന ചുവന്ന കണ്ണുകൾ. അതൊരു ബിൽഡിങ്ങിൽ നിന്നും മറ്റൊരു ബിൽഡിങ്ങിലേക്ക് ചാടുന്നത് പല ആൾക്കാരും കണ്ടിട്ടുണ്ട്. ചില ആൾക്കാർ പറയുന്നത് അതൊരു കള്ളനാണെന്നാണ്, മറ്റു ചിലർ പ്രേതമാണെന്നും. പക്ഷേ കുറച്ച് ആൾക്കാർ ഇതും പറയാറുണ്ട്, ഒരു മാന്ത്രികന്റെ പരാജയപ്പെട്ട ഒരു ദുർമന്ത്രവാദം. അഗ്നിയിൽ നിന്നും ക്രോധത്തിൽ നിന്നും ജനിച്ച ഒരു ജീവി, അതെ, ദ മങ്കി മാൻ. പോലീസ് കരുതിയത് അത് സാധാരണമായിട്ടുള്ളൊരു കുരങ്ങ് ആണെന്നാണ്. പക്ഷേ കുറച്ച് ദിവസത്തിനു ശേഷം ആൾക്കാർ മരിക്കാൻ തുടങ്ങി. കരോൾ ബാഗ് എന്ന സ്ഥലത്തെ ഒരു ഫ്രൂട്ട് സെല്ലർ റൂഫിൽ നിന്നും താഴേക്ക് വീണു. അയാൾ പറഞ്ഞത് മങ്കി മാൻ ആക്രമിച്ചിട്ടാണ് താൻ വീണത് എന്ന്. ലാജ്പത് നഗറിലെ ഒരു വാച്ച്മാൻ മരണപ്പെട്ടു. അയാളുടെ ദേഹത്ത് മൂർച്ചയുള്ള നഖം കൊണ്ട് മാന്തിയ പാടുകളുണ്ടായിരുന്നു. അടുത്ത ദിവസം രാവിലെ തന്നെ ഞാൻ എൻ്റെ സാധനങ്ങളൊക്കെ പാക്ക് ചെയ്തു. ഞാൻ ടെറസിലേക്ക് തിരിഞ്ഞു നോക്കിയിട്ടുണ്ടായിരുന്നില്ല. അതേ ആഴ്ചയിൽ തന്നെ ഞാൻ എൻ്റെ വീട്ടിലേക്ക് മടങ്ങി. കേരളത്തിലെത്തിയപ്പോഴായിരുന്നു എനിക്ക് സമാധാനമായി ശ്വാസമെടുക്കാൻ കഴിഞ്ഞത്. ഞാൻ രക്ഷപ്പെട്ടു, ഇങ്ങനെയാണ് ഞാൻ കരുതിയത്. പക്ഷേ ആയിരുന്നില്ല. ആദ്യത്തെ കുറച്ച് ദിവസം നോർമലായിരുന്നു, സാധാരണമായി നടക്കുന്ന കാര്യങ്ങൾ തന്നെയാണ് സംഭവിച്ചത്. അതിനുശേഷം എൻ്റെ റൂമിന്റെ ജനാലയിൽ ഞാനൊരു തട്ടൽ ശബ്ദം കേട്ടു. ഡോറിൽ സ്ക്രാച്ച് മാർക്ക്. ഒരു രാത്രി ഞാൻ കണ്ണാടിയിലേക്ക് നോക്കി. അപ്പോൾ ഞാൻ അത് കണ്ടു. എൻ്റെ പിറകിൽ 2 തിളങ്ങുന്ന ചുവന്ന കണ്ണുകൾ.